കൃത്യമായി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുസ്വര സമൂഹത്തിലല്ലേ ജീവിച്ചത്? ക്രൈസ്തവരുണ്ടായിരുന്നില്ലേ? ജൂതരുണ്ടായിരുന്നില്ലേ? മതരഹിതരുണ്ടായിരുന്നില്ലേ? ബഹുദൈവ വിശ്വാസികൾ ഉണ്ടായിരുന്നില്ലേ? നബി തങ്ങൾ ജീവിച്ച ബഹുസ്വര സമൂഹത്തെക്കാൾ പ്രത്യേകതയുള്ള എന്ത് ബഹുസ്വര സമൂഹമാണ് നമ്മളിപ്പോൾ സമകാലിക സമൂഹത്തിൽ ജീവിക്കുന്നത്? ഏത് ബഹുസ്വരത? അന്നുള്ള സ്വരത തന്നെയാണ്. ബഹുസ്വരങ്ങളാണെങ്കിൽ അതേ ബഹുസ്വരങ്ങൾ തന്നെയാണ് ഇന്നും ഉള്ളത്. അന്നൊന്നുമില്ലാത്തൊരു കോംപ്രമൈസ് ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ അപകർഷതാ ബോധത്തിന്റെ അനന്തരഫലമായിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ഈ ഒരു ദശാസന്ധിയിൽ നമ്മൾ എവിടെ നിൽക്കും? ഇങ്ങനെ പലതും നമ്മൾ കേൾക്കുന്നു. നമ്മൾക്ക് നിൽക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, നമ്മുടെ നിലപാട് തറയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1921 കാലഘട്ടങ്ങളിൽ മലബാർ കലാപമൊക്കെ കൊടുമ്പിരി കൊള്ളുന്ന കാലഘട്ടത്തിൽ മലബാറിലെ പട്ടിണിയും പരിവട്ടവും അനാഥത്വവും അതിന്റെ ഏറ്റവും പാരമ്യത്തിലെത്തിയ കാലത്താണ് നമ്മുടെ ഉലമാക്കൾ ഇവിടെ പണ്ഡിത സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യം അഹ്ലുസുന്ന വൽ ജമാഅയെ യഥാവിധം പ്രബോധനം ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ ലക്ഷ്യം അഹ്ലുസുന്ന വൽ ജമാഅക്കെതിരെ വരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും ആശയങ്ങളെയും എതിർക്കുകയും ചെറുക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മൾ നമ്മുടെ ആശയം പറഞ്ഞാൽ പോരെ, മറ്റോരെന്തിനാ എതിർക്കുന്നത്? അന്തരീക്ഷ മലിനീകരണമാണ് എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ പലപ്പോഴും നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സമസ്ത എന്തിന് സ്ഥാപിച്ചു എന്നതറിയാത്തത് കൊണ്ടാണ്. രണ്ടാമത്തെ ലക്ഷ്യം അഹ്ലുസുന്ന വൽ ജമാഅക്കെതിരെ വരുന്ന ഏത് ശബ്ദമാണെങ്കിലും അതിനെ എതിർക്കുകയും ചെറുത്തു തോൽപ്പിക്കുകയും അവരുടെ പ്രയാണങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. മൂന്നാമത്തത് മതവും സാമുദായികവുമായ അവകാശാധികാരങ്ങളെ സംരക്ഷിക്കുക. മുഖ്യമന്ത്രിയെ കാണാൻ പോകുമ്പോൾ എന്തിനാ മുഖ്യമന്ത്രിയെ കാണാൻ സമസ്തക്കാര് പോകുന്നത്? അതിനുള്ള രാഷ്ട്രീയക്കാരില്ല എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉയരാറുണ്ട്. അവർക്കുള്ള മറുപടിയാണ് സമസ്ത ഉണ്ടാക്കുമ്പോൾ എടുത്ത മൂന്നാമത്തെ ലക്ഷ്യം മതപരവും സാമുദായികവുമായ അവകാശങ്ങളെ സംരക്ഷിക്കുക എന്നതാണ്. നാലാമത്തത് മതവിദ്യാഭ്യാസത്തിന് ഹാനികരമല്ലാത്ത വിധത്തിൽ ഭൗതികമായി വിദ്യ അഭ്യസിക്കുക എന്നതാണ് ഇതിന്റെ നാലാമത്തെ ലക്ഷ്യം. ഈ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്കുള്ള ഒരു പരമ്പര, നേരത്തെ സുഹൈൽ വാഫി ഉസ്താദ് സംസാരിച്ചപ്പോൾ പരമ്പരയെ കുറിച്ച് പറയുകയുണ്ടായി. നമ്മൾ എത്ര സുഹൃതം ചെയ്തവരാണ്. ആ പരമ്പരയെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ പരമ്പര എന്ന് നോക്കും. നമ്മുടെ ഉസ്താദുമാരുടെ കൈവഴി എത്തുന്നത് ഷംസുൽ ഉലമയിൽ. ഷംസുൽ ഉലമയിൽ നിന്ന് എങ്ങോട്ട് എത്തുന്നു? കണ്ണിയത്ത് ഉസ്താദിലേക്ക് എത്തുന്നു. കണ്ണിയത്ത് ഉസ്താദിൽ നിന്ന് ഖുത്ബി മുഹമ്മദ് മുസ്ലിയാറിലേക്ക് എത്തുന്നു. അവിടുന്ന് മൗലാന ചാലിലകത്തിലേക്ക് എത്തുന്നു. ഷെയ്ഖ് അബ്ദുൽ അസീസ് മുസ്ലിയാർ അങ്ങനെ ചെന്നിട്ട് കേരളീയത്തിന്റെ അവസാനമായി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിൽ എത്തുന്നു. അവിടുന്ന് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിൽ എത്തുന്നു. അവിടുന്ന് സക്കരിയ അൻസാരി റഹിമഹുല്ലാഹ് അവിടുന്ന് അങ്ങനെ പോയി ഇമാം നബവി റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നു. അവിടുന്ന് അങ്ങനെ പോയിട്ട് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നു. ഇമാം അൽ ഹറമൈനിലേക്ക് എത്തുന്നു. ഇമാം മർവസിയിലേക്ക് എത്തുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മൾ ഈ കടന്നു പോകുന്ന പാത അതങ്ങനെ ചെന്നെത്തുന്നത് ഒരു തടസ്സവുമില്ലാതെ ഓരോന്നും കൃത്യമായി കണ്ണി പറയാം. സമയം ദൈർഘിക്കുന്നത് കൊണ്ടാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം നാഫി റളിയല്ലാഹു അൻഹു, ഇമാം നാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്നും മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അവിടെ നിന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് നമ്മുടെ ഈ പരമ്പര എത്തുന്നത്. എന്നാൽ മറുപക്ഷത്തിന്റെ പരമ്പര നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിൽ ഈ ഉൽപ്പതിഷ്ണുത്വം, കേരളത്തിൽ ഈ ബിദ്അഈ പരിസരം വന്നത് എങ്ങനെയാ? അവരുടെ പരമ്പര ചെന്നെത്തിയാൽ കേരളത്തിൽ അവസാനത്തെ കണ്ണി വക്കം അബ്ദുൽ ഖാദർ മൗലവി, അയാൾക്ക് മുമ്പ് കെ എം മൗലവി, ഇങ്ങനെ ഇപ്പോഴുള്ള ഹുസൈൻ മടവൂർ ഇങ്ങനെ പോയാൽ അവരുടെ പാത ചെന്നെത്തുന്നത് കെ എം മൗലവി. കെ എം മൗലവിയിൽ നിന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി, വക്കം അബ്ദുൽ ഖാദർ മൗലവിയിൽ നിന്ന് എങ്ങോട്ടാ ചെന്നെത്തുന്നത്? റഷീദ് റിള. വക്കം അബ്ദുൽ ഖാദർ മൗലവിക്ക് ഈ ആശയം കിട്ടിയത് എങ്ങനെയാന്ന് പറയുന്നുണ്ട്. ഒരു അറബി സുഹൃത്ത് വന്നിട്ട് ചില മാഗസിനുകൾ, അൽ മനാർ എന്ന് പറയുന്ന ഒരു മാഗസിൻ കൊടുത്തു. ആ അൽമനാർ വായിച്ച് റഷീദ് റിളയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായി റഷീദ് റിളയെ ഗുരുവായി സ്വീകരിച്ചു. ആര്? റഷീദ് റിളയുടെ ഗുരുവാര മുഹമ്മദ് അബ്ദുവിന്റെ ഗുരുവാര ജമാലുദ്ദീൻ അഫ്ഗാനി. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പണ്ഡിതനിലേക്ക് ഈ പരമ്പര ചെന്നെത്തുന്നതില്ല. ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും യഥാർത്ഥ മുസ്ലിങ്ങൾ പോലുമല്ലെന്ന ചർച്ച പണ്ഡിത ലോകത്ത് നടക്കുന്നുണ്ട്. മുഅ്ജിസത്തുകളെ പാടെ നിഷേധിച്ചവനായിരുന്നു റഷീദ് റിള. അയാളുടെ തഫ്സീറിൽ പറയുന്നുണ്ട്, അയാള് ഇസ്രാ മിറാജിനെ നിഷേധിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രാ മിറാജ് നടന്നപ്പോ എത്രയോ ആളുകൾ മുർത്തദ്ദായി എന്ന് പറഞ്ഞു. ഈ ഇസ്രാ മിറാജ് പ്രബോധിത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റൂല. പ്രബോധിത സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നതേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇസ്രാ മിറാജ് മുഅ്ജിസത്തായി പരിഗണിക്കാൻ പറ്റൂല എന്ന് മാത്രമല്ല, അവൻ ഇത്ര കൂടി പറഞ്ഞു, ഖുർആനിലെ പല മുഅ്ജിസത്തുകൾ പറയുന്നുണ്ടല്ലോ. വടിയിട്ടപ്പോൾ പാമ്പായി, വടി കൊണ്ടടിച്ചപ്പോൾ 12 അരുവി ഒഴുകി, ചന്ദ്രൻ പിളർന്നു, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നോക്കണേ,
അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ മുഅ്ജിസാത്തുകളും കറാമാത്തുകളും പറയുന്ന വചനങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ യൂറോപ്യന്മാരിൽ കുറെ പേര് കൂടി ഇസ്ലാമിലേക്ക് കടന്നു വരുമായിരുന്നു എന്ന് അള്ളാഹുവിനെ ദീൻ പഠിപ്പിച്ചു കൊടുത്ത മുതലാണ്. ഈ മുതലിനെയാണ് ആരും മുൻഗാമികളായി മാതൃകയാക്കുന്നത്? നമ്മുടെ ഇവിടെയുള്ള ബിദ്അത്തിന്റെ കക്ഷി, മുഅ്ജിസാത്തുകളെ നിഷേധിക്കുന്നവർ. നമ്മുടെ പാരമ്പര്യം അങ്ങനെയല്ല. പക്ഷേ വളരെ ഗൗരവമായി ഒരു കാര്യം കൂടിയുണ്ട്. മുഅ്ജിസാത്തിനെ നിഷേധിച്ച റഷീദ് റിളയെ പോലെ നമ്മൾക്കിടയിൽ നിന്ന് ചില ആളുകളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. കറാമത്തുകളെ നമ്മൾ ഇങ്ങനെ പറയണം, കറാമത്തുകളെ നമുക്ക് കുറച്ച് മാറ്റിവെച്ചൂടെ? കറാമത്തുകൾ പറഞ്ഞില്ലെങ്കിൽ കുറെ കൂടി ആൾക്കാരൊക്കെ നമ്മളുടെ ഇടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു നരേഷൻ കൂടി നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. നേരത്തെ റഷീദ് റിള എന്താണോ ചെയ്തത് അതേ പാതയിലേക്കാണ് ആ യുക്തി കടന്നെത്തുന്നത്. കറാമാത്തുകൾ ഉള്ളത് പറയുന്നതിൽ ഒരു തരത്തിലുള്ള അപകർഷതയും നമുക്ക് പാടില്ല. മുഅ്ജിസാത്തുകൾ അള്ളാഹുവിന് പറയാൻ ഒരു മടിയുമില്ലാതിരുന്ന പോലെ കറാമാത്തുകൾ പറയാൻ നമുക്കും ഒരു അപകർഷതയും ഉണ്ടാകാൻ പാടില്ല. വിശുദ്ധമായ അഹ്ലുസുന്ന വൽ ജമാഅ നമ്മോട് ആവശ്യപ്പെടുന്നതാണ് ആമന്തു ബില്ലാഹ് തുമ്മ ഇസ്തഖിം. ആ ഇസ്തിഖാമത്തിൽ നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വത്വം ഉയർത്തിപ്പിടിച്ച് അഭിമാനകരമായ അസ്തിത്വമാണെന്ന ബോധത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന്, വിശുദ്ധമായ ദീനിന്റെ ഭാഗമാണ് ഞാനൊരു കർമ്മിയായ മുസ്ലിമാണ്, കർമ്മം അനുഷ്ഠിക്കുന്ന മുസ്ലിമാണ്, അഭിമാന ബോധത്തോടെയാണ് ഞാൻ ഈ ഇസ്ലാമിൽ നിലകൊള്ളുന്നത് എന്ന് പറയാനുള്ള തൗഫീഖും ഇസ്സത്തും അതിനുള്ള അറിവും തന്റെ ഇടവും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ ഗഹനമായി അഗാധമായി നാം നിർദ്ദേശിച്ച വിഷയത്തിൽ ഇവിടെ ക്ലാസ് അവതരണം നടത്തിയ ഉസ്താദിന് ഒരുപാട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ നമ്മുടെയും ഇൽമിൽ ഉയർച്ചയും അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അടുത്തതായി ഇൻഷാ അല്ലാഹ് ഈ സെക്ഷനിൽ ഉസ്താദിന്റെ ക്ലാസ് ഒക്കെ വളരെ വിശദമായി നമ്മളൊക്കെ ശ്രവിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന സ്വാഭാവികമായ സംശയങ്ങൾ ചോദിക്കാനുള്ള സംശയ നിവാരണത്തിനുള്ള അവസരമാണ്. അതിന് അനുയോജ്യമായ ആളുകൾ അത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ